ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ബീഫ് പെപ്പർ റോസ്റ്റ്. ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തത്. ഞാനിത് പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് 1 വിസിലടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കിട്ട് 6 വിസിൽ വരുന്നത് വരെ വേവിക്കാം. തീ ഓഫ് ചെയ്ത ശേഷം 10 മിനിറ്റ് വരെ അങ്ങനെ തന്നെ അടച്ചു വെക്കുക. ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ റോസ്റ്റ് പരുവത്തിലാക്കാം. ഒരു ചട്ടി എടുത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ഇഞ്ചി, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ഇവ നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 25 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. എത്ര ചെറിയുള്ളി ചേർക്കുമോ അതിനനുസരിച്ച് രുചി കൂടും. കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ഇട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ കുക്ക് ചെയ്ത ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒന്ന് കറിവേപ്പില കൊണ്ട് ഇത് നമുക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പെപ്പർ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ പ്ലീസ്.